ഹലോ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഡാർക്ക് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമ്മൾ പുറത്ത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയായി നമുക്ക് കൊക്കോ വേണം. അപ്പോൾ അത് പറിക്കാൻ വേണ്ടിയിട്ടുള്ള തോട്ടി നമ്മൾ സെറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ തോട്ടിയൊക്കെ റെഡിയായി. ഇനി നമ്മളിത് കൊക്കോ പറിക്കുകയാണ്. അപ്പം നല്ല പഴുത്ത് നല്ല പാകമായിട്ട് നല്ല മഞ്ഞ കളറിലുള്ള കൊക്കോ അതിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നല്ല എണ്ണാനും ഇങ്ങനെ കുരങ്ങൊക്കെ നമ്മുടെ ഇവിടെ ഇതെല്ലാം സ്ഥിരം കഴിക്കാൻ വന്ന ആളുകളാട്ടോ. അപ്പോൾ അത് ഇവിടെ കൊക്കോ അവർ കഴിച്ചിട്ട് പോയതിൻ്റെ ബാക്കിയൊക്കെ അതവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയുള്ളത് നമ്മൾ പറിച്ചെടുക്കുകയാണ്. ഇനി ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഉണ്ടോ ഒരു 2 പേരുണ്ട്, നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൈയോടെ തന്നെ അങ്ങ് പറിച്ച് നമ്മൾ കൊണ്ടുപോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു മേളിലിരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട്, ചിലപ്പോൾ കൊക്കോയുടെ തന്നെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പറിച്ച കൊക്കോ നമ്മൾ അവിടെ നിന്ന് എടുത്ത് നമ്മൾ കൊണ്ടുപോവുകയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും കൊക്കോയാണ് നമുക്ക് കിട്ടിയേക്കണത്. നല്ല പഴുത്ത പാകമായിട്ടുണ്ട് കേട്ടോ. നമുക്കിപ്പോൾ അത് ചോക്ലേറ്റ് ഉണ്ടാക്കാനുള്ള പാകം ആ ഒരു ഇതിലാണ് കിട്ടിയേക്കണത്. അത് നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുകയാണ്, നല്ല ക്ലീൻ ചെയ്യുകയാണ് നമ്മളത്. അതിപ്പോൾ ഒരു പാത്രത്തിലേക്കൊക്കെ നല്ല ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മളത് നടുക്ക് വെച്ച് അത് ഇനിയിപ്പം അതൊന്ന് പൊളിച്ചെടുക്കുകയാണ്. അതിൽ നിന്നുള്ള കുരു കാര്യങ്ങളൊക്കെ അത് എല്ലാം നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും അതിൻ്റെ കുരു നമ്മൾ ഓരോന്നോരോന്നായിട്ട് അതെടുത്ത് നമ്മൾ ആ പാത്രത്തിൽ ഇടുവാണ്. അപ്പോൾ നന്നായിട്ട് പാകം പഴുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ പാകത്തിനുള്ള ആ ഒരു ഇതിലാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ അങ്ങനെ നമ്മൾ കിട്ടിയേക്കണ എല്ലാ കൊക്കോന്നും കുരു ഇങ്ങനെ വേർതിരിച്ചെടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ കൊക്കോന്നുള്ള കുരു നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിൽ കുറച്ച് വെള്ളം കൂട്ടി അത് നമ്മൾ അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നമ്മളിങ്ങനെ ഒരു 2 ദിവസം നമ്മളതൊന്ന് പുളിപ്പിക്കാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ 2 ദിവസത്തിന് ശേഷമുള്ള ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ അത് ശരിക്കും പുളിച്ചിട്ടുണ്ട്. ആ ഒരു കൊക്കോയുടെ കായ നന്നായിട്ടത് പുളിച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നന്നായിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. നല്ല ക്ലീൻ ആവണം കേട്ടോ, നന്നായിട്ട് എടുക്കണം. അപ്പോൾ അത് ആ വെള്ളത്തിലിങ്ങനെ കിടന്നുകൊണ്ട് അതിൽ കുറച്ച് കളർ മാറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായിട്ടത് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് ശേഷം നമ്മൾ ഇങ്ങനത്തെ ഒരു ചാക്കിലേക്ക് നമ്മളത് നല്ല വെയിൽ കൊള്ളിക്കാൻ വേണ്ടി നമ്മൾ വെച്ച് അത് നന്നായിട്ട് നല്ല വെയിലത്തിട്ട് കുറച്ച് ദിവസമൊക്കെ നമ്മളത് ഉണക്കിയെടുക്കണം. ഇതുപോലത്തെ ഒരു പരുവായി കഴിഞ്ഞ് നമ്മളതങ്ങനെ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ കൊക്കോക്കായ നമ്മൾ പാത്രത്തിലിട്ട് നമ്മൾ വറുത്തെടുക്കുകയാണ്. ഇത് ഓവറായിട്ട് ഡ്രൈ ആയി വറുത്ത് ഇത് പോകരുത് കേട്ടോ. അങ്ങനെ പാകത്തിന് കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് ടേസ്റ്റിനൊക്കെ മാറ്റം വരും. അതിന് ശേഷം നമ്മളിങ്ങനെ തൊണ്ടൊക്കെ പൊളിച്ച് നമ്മളത് ഇതാണ് നമ്മുടെ കൊക്കോ അതിൻ്റെ കായ നമ്മൾ വറുത്ത് നല്ല ആ ഒരു കറക്റ്റ് പാകത്തിന് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ആ തൊണ്ട് നമുക്കങ്ങനെ പൊളിക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് പൊളിഞ്ഞു വരും. അതിന് ശേഷം നമ്മൾ ചൂടാറിയതിന് ശേഷം നമ്മളിത് മിക്സിയിലിട്ട് എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരാൻ വേണ്ടി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നമ്മൾ മിക്സിയിലിട്ട് അടിച്ചെടുത്ത് ഇതേ കണ്ടോ, അങ്ങനെ നല്ല കറക്റ്റ് ആ ഒരു പാകം ടെക്സ്ചറിൽ നമുക്ക് ആ ഒരു പേസ്റ്റായിട്ട് ആ ഒരു ഇതിൽ നമുക്ക് ആ കൊക്കോ കിട്ടുവാണ്. അതിലേക്ക് നമ്മൾ ഇനിയിപ്പം വേറൊരു ജാറെടുത്ത് കുറച്ച് പഞ്ചസാര നമ്മൾ പൊടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ആ ഒരു പാകത്തിന് അളവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്.
എന്നിട്ട് ഇതേ പൊടിച്ചെടുത്ത പഞ്ചസാര നമ്മൾ ആ കൊക്കോ നമ്മളത് പൊടിച്ച ആ ഒരു പേസ്റ്റിലേക്ക് നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആവശ്യത്തിന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷമുള്ള ഒരു ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. നന്നായിട്ട് ഇതുപോലെ നല്ല മെൽറ്റായിട്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്കത് ഒഴിക്കാനൊക്കെ നമുക്ക് പാകത്തിന് കിട്ടുള്ളൂ. അപ്പോൾ ഇതേ നമ്മൾ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ അതൊക്കെ നമുക്ക് ഓപ്ഷണലാണ്, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം. ഇതൊക്കെ ഇടുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും. അപ്പോൾ നമ്മളിത് നമുക്ക് എന്തോരം ഇഷ്ടമുള്ള അത്ര നട്ട്സ് ഉപയോഗിക്കാം. നമ്മളിത് ഇവിടെ ബദാം, കറുത്ത നമ്മുടെ ഉണക്കമുന്തിരി, പിന്നെ കടല, ഈന്തപ്പഴം, ഇതൊക്കെ നമ്മൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് നമ്മളിതെല്ലാം ഒഴിക്കുകയാണ് കേട്ടോ. അത് ഒഴിച്ച് ഇങ്ങനെ കുറച്ച് നട്ട്സ് കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നട്ട്സ് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ കുറച്ചുകൂടി ചോക്ലേറ്റ് അതിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. കണ്ടോ, അപ്പോൾ എല്ലാം നമ്മൾ സെറ്റ് ചെയ്തു ആ ട്രേയിൽ. അത് കഴിഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ നമ്മൾ നമ്മുടെ ഫ്രിഡ്ജിൽ, അത് ഫ്രീസറിൽ തന്നെ വെക്കണം കേട്ടോ. അത് നന്നായിട്ട് എല്ലാം കട്ടിയാവാൻ വേണ്ടി നമ്മൾ ഫ്രീസറിൽ വയ്ക്കാം. അതിന് ശേഷം നമ്മളത് എടുത്ത് നോക്കുകയാണ്, എങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് അത് കട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് നല്ല ചോക്ലേറ്റിൻ്റെ ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് കടയിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിൽ ഇതുപോലെ ഫ്രഷ് കൊക്കോ കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാം. നല്ല ഈസി ആയിട്ട്, അധികം ടൈമോ കാര്യങ്ങളോ ഒന്നും വേണ്ടാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ കാണാം.